നമ്മുടെ രണ്ട് കൈകൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരാളോട് സഹായം ചോദിക്കണമെങ്കിൽ പോലും നമുക്ക് ഈ രണ്ട് കൈകൾ വേണം. ഈ കൈകൾ ഇല്ലാതായി പോയാലുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പെട്ടെന്നൊരു ദിവസം, അതായത് ഒരുപാട് നാളുകൾ നല്ല കൈയൊക്കെ ഉള്ള നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം രണ്ട് കൈയും ഇല്ലാതായി പോയാലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അതാണ് ആക്ച്വലി ഷാഹിലിന് സംഭവിച്ചത്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഷാഹിലിന് ഒരു അപകടത്തിൽപ്പെട്ടിട്ട് രണ്ട് കൈയും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഷാഹിലിന് ഹാൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ പോസിബിൾ ആണ്. 80 ലക്ഷത്തിലധികം തുക ചെലവ് വരും. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളെ കൊണ്ടാവുന്നത് പോലെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ തുക കൊണ്ട് ഷാഹിലിന് എത്രയും പെട്ടെന്ന് കൈ നമുക്ക് പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ നിലവിൽ ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഷാഹിലിന് 10 ലക്ഷത്തോളം രൂപ മാത്രമേ സഹായമായിട്ട് കിട്ടിയിട്ടുള്ളൂ. 80 ലക്ഷത്തിലധികം രൂപ ചെലവ് വരും. പിന്നെ വേറൊരു വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വൈകും തോറും പുതിയൊരു കൈ ഇങ്ങനെ ഘടിപ്പിക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരും എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് തുക സമാഹരിക്കാൻ പറ്റിയാൽ മാത്രമേ ഷാഹിലിനെ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വീഡിയോയ്ക്ക് പുറമെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് പ്രത്യേകിച്ചും ആ വീഡിയോയിൽ പിന്നെ ഡേറ്റ് വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ വീഡിയോയുടെ ക്ലാരിറ്റിക്ക് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചെയ്ത വീഡിയോയും കൂടി ഞാൻ ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഡേറ്റ് വെച്ചിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പരമാവധി കോൺട്രിബ്യൂട്ട് ചെയ്യണം, പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കണം. നമസ്കാരം, ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് മുഹമ്മദ് ഷാഹിൽ. ആക്ച്വലി ഷാഹിൽ ഒരു വലിയ അപകടത്തെ ഫേസ് ചെയ്ത് അതിനെ നേരിട്ട് തരണം ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഷാഹിലിനെ കാണുമ്പോൾ ഒന്ന് കൈ കൊടുത്ത് അഭിനന്ദിക്കണം എന്ന് തോന്നും. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? ഷാഹിലിന് ഈ അപകടത്തെ തുടർന്ന് രണ്ട് കൈയും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഷാഹിൽ ആക്ച്വലി പിന്നെ അലൂമിനിയം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിങ്ങനെ സ്ക്രൂ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് അപകടം പറ്റിയിട്ട് വീണ് പോകുന്ന സമയത്ത് പിടിച്ചതൊരു ലൈൻ കമ്പിയിലായിപ്പോയി. ഇത് പിടിച്ചപ്പോൾ തന്നെ തെറിച്ച് വീണു അല്ലേ. തെറിച്ച് വീഴുന്ന ആ ഒരു വീഴ്ചയിൽ തലക്ക് പരിക്ക് പറ്റി. ഇപ്പോൾ തലയിലൊക്കെ സർജറി ചെയ്തിട്ടുണ്ട്, തലയിൽ ചുറ്റും സർജറി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇത് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇലക്ട്രിക് കമ്പി പിടിച്ചത് കൊണ്ട് കൈ രണ്ടും ഇപ്പോൾ മുറിച്ച് മാറ്റേണ്ടി വന്നു. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത്, ഷാഹിലിനൊരു കൈ സഹായമാണ്. ഒരു കൈ സഹായമല്ല, രണ്ട് കൈയും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഹാൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ പോസിബിൾ ആണ്. ഷാഹിലിന് ഈ ഒരു അപകടം സംഭവിച്ചിട്ട് ഇപ്പോൾ 5 മാസമായി. ആദ്യത്തെ ഒരു 1.5 മാസം കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു 3-3.5 മാസത്തോളമായിട്ട് ഇപ്പോൾ ഇവിടെ ഈ കണ്ടീഷനിലുണ്ട്. ഈ കണ്ടീഷനിലേക്ക് ഇങ്ങനെ എത്തുന്നത് തന്നെ ഇത്രയും നാളത്തെ ചികിത്സയും പിന്നെ ഷാഹിലിൻ്റെ ഒരു എന്താ പറയുക നിശ്ചയദാർഢ്യവും അതുപോലെ ഈ നാട്ടുകാർ, ഇപ്പോൾ ഷാഹിൽ താമസിക്കുന്ന ഈ ഏരിയയിലുള്ള ആൾക്കാരുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. കാരണം ഇതുവരെ വേണ്ടി വന്ന ഒരു 13 ലക്ഷത്തോളം രൂപ ചിലവായിട്ടുണ്ട് ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അതൊക്കെ നാട്ടുകാരും അതുപോലെ ഷാഹിൽ ജോലി ചെയ്ത കമ്പനിയിലുള്ള ആൾക്കാരൊക്കെയാണ് സഹായിച്ചത്. പിന്നെ ഷാഹിലിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ചൂട് അങ്ങനെ സഹിക്കാൻ പറ്റില്ല. എന്തായാലും പിന്നെ ഒരു AC വേണം. അതൊക്കെ നാട്ടുകാർ ഇവിടെ ഒരുക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഷാഹിലിന്. ഇനി ഇപ്പോൾ ആക്ച്വലി നമ്മുടെ ഈ കൈ മാറ്റി വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഷാഹിലിനൊരു 80 ലക്ഷത്തിലധികം രൂപ ചെലവ് വരും. ആ ഒരു സഹായമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഉപ്പ, ഉമ്മ, പിന്നെ 4 മക്കളാണ്. സാമ്പത്തികമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെയാണ്. കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ഇവർ ഓരോ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. പിന്നെ ഉപ്പ പ്രവാസിയായിരുന്നു. അവിടുന്ന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം ഇതിന് ശേഷം നാട്ടിൽ വന്നിരിക്കുക. ഇപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. പിന്നെ ഷാഹിൽ തന്നെ ഈ ചെറിയ പ്രായത്തിൽ ജോലിക്ക് പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവരെല്ലാവരും ഇങ്ങനെ ഒത്തുപിടിച്ച് പോരാടി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആക്ച്വലി സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നത്. അപ്പോൾ ഈ ഒരു ഫാമിലിയെ മൊത്തത്തിൽ നമുക്കൊന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റണം. രണ്ട് കൈയില്ലാതെ ഷാഹിലിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ രണ്ട് കൈ ഉണ്ടെങ്കിൽ ഷാഹിൽ സ്വന്തം ജീവിതത്തിന് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ എന്തായാലും ഒന്ന് എന്താ പറയുക ലൈഫിനോട് പൊരുതാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ബാങ്ക് ഡീറ്റെയിൽസ് ഇതൊക്കെ കമ്മിറ്റിയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊരു അപ്ഡേറ്റും ഇതുവരെ ഇത്ര തുക കിട്ടിയിട്ടുണ്ട്, ഇനി നിങ്ങളുടെ സഹായം എന്താണ് ആവശ്യം, എല്ലാ അപ്ഡേറ്റ്സും ഞാൻ എൻ്റെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയൊക്കെ നിങ്ങൾ ഇൻ ഫ്യൂച്ചർ അറിയിക്കും. അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ഡീറ്റെയിൽസും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പരമാവധി കഴിവിൻ്റെ എത്രത്തോളം പറ്റും അത്രത്തോളം നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും അതുപോലെ കൂടുതൽ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം. താങ്ക് യു.